ആട് 3 കണ്ടുവന്നിരിക്കുകയാണ്. സ്പെഷ്യൽ ഷോയ്ക്ക് പോയി ഞാൻ ആ പടം ഒരു കണ്ട് എൻ്റെ പൊന്നോ 11:45 കയറിയതാണ്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 3 മണിയായി. എനിക്കിഷ്ടമായി. ഇത് തിയേറ്ററിൽ പോയി കാണണം കേട്ടോ, എന്നാലേ എനിക്ക് ഒരു വൈബ് കിട്ടുള്ളൂ. ഇതിനകത്ത് ഫൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് മൊത്തം ആ ഒരു ആട് 1നോടും 2നോടും നീതി പുലർത്തിയ രീതിയിലാണ് എടുത്തു വെച്ചേക്കണത്. കോമഡിയൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് ചെറിയ ലാഗ് കൊണ്ടുവന്ന് എന്നാലും മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ പോകും. ഇങ്ങനെ കോമഡി വരും, നമ്മൾ ചിരിക്കും, ഒന്ന് ഡൗൺ ആവും, കോമഡി വരും, നമ്മളൊന്ന് ചിരിക്കും, ഡൗൺ ആവും. അങ്ങനെയാണ് ഈ പടം പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് മൂവി പോലെയാണ് പോണത്. ഈ ടെമ്പറൽ പാരഡോക്സ്, ടൈം മെക്കാനിസം, ടൈം ട്രാവൽ, ഈ സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അത് ഈ പടത്തിനകത്തുണ്ട്. ഇത് ആട് 3 ആണ്, പക്ഷെ ഇതിനകത്ത് ആടില്ല. ആടെവിടെ പാപ്പാനെ? എനിവേ, ആടിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇത് ഡൂഡിൻ്റെയും ഷാജി പാപ്പൻ്റെയും കഥയാണ്. ഓക്കെ, ഇതിനകത്ത് ടെമ്പറൽ പാരഡോക്സ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറഞ്ഞുതരാം, ബോഡി സ്വാപ്പ് ആവല്ല, ടൈം സ്വാപ്പ് ആവുന്ന സമയത്ത് ഷെടാ ഇതിപ്പോൾ എങ്ങനെ പറയുക, 2 സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാർ 2 കാലഘട്ടത്തിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന രീതിയിൽ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ആ പടം പോയി കാണാം കേട്ടോ. തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ അടുത്ത പാർട്ട് അടിപൊളിയായിരിക്കും. ഓക്കെ, ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇവർക്ക് ക്രിയേറ്റ് ആവുക. എന്തായാലും എനിക്കിഷ്ടമായി, എനിക്കിത് വർക്കൗട്ടായി. ആൻഡ് ഓഡിയൻസ് ഒക്കെ ഭയങ്കര അർത്ഥം പിടിച്ചൊക്കെ ഇരുന്നായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഷോ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പുതിയൊരു ഷോയും കൂടി ആഡ് ചെയ്തു, എക്സ്ട്രാ ഷോ. അത് കൊള്ളാം. എന്നുവെച്ചാൽ ബുക്കിംഗ് അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ പോയി കാണുക. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആട് 1ഉം 2ഉം എക്സ്പെക്ട് ചെയ്തിട്ട് ആട് 3 കാണാൻ പോകണ്ട. എന്നുവെച്ചാൽ ആട് 1ഉം 2ഉം ഫൺ കോമഡി ടൈപ്പ് സാധനം. ഇത് ഫൺ പ്ലസ് ഒരു പുതിയ കോൺസെപ്റ്റ്, ടൈം ട്രാവൽ, അതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ആൻഡ് ഓരോരുത്തർക്കും ഓരോ കാലഘട്ടത്തിലും ഓരോ എൻട്രി. ആ എല്ലാ എൻട്രിക്കും അണ്ണാക്ക് വെച്ച് ആർത്ത് പോവുമായിരുന്നു എല്ലാവരും. തൊണ്ടയൊക്കെ വേദനിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം പറയാം. ഇതിനകത്ത് ഫുക്രു വേറൊരു പുള്ളിക്കാരനെ റീപ്ലേസ് ചെയ്ത് വരുന്നുണ്ടല്ലോ. എല്ലാവരും കിടന്ന് അണ്ണാക്ക് വെക്കുകയാണ്. പക്ഷെ ഫുക്രുവിൻ്റെ റോൾ വന്നു കഴിഞ്ഞപ്പോൾ ആരും അനങ്ങുന്നില്ല. ഞാൻ ചുറ്റും നോക്കി, എന്താരും ഒന്നും മിണ്ടാത്തതെന്ന്. അത് കഴിഞ്ഞ് അടുത്ത സീനി ആടിനെ കാണിച്ചപ്പോൾ കിടന്ന് അണ്ണാക്ക് വെക്കുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് ഓഡിയൻസിന് ഓൾമോസ്റ്റ് റീഡായി. ഓഡിയൻസ് എന്തായാലും അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ആ പടം വർക്കൗട്ടായി എന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാരൊക്കെ തുള്ളി മറ്റേ എന്താ പറയുക, ഷർട്ടൊക്കെ ഊരി ഡാൻസ് കളിക്കുകയായിരുന്നു. ഇതൊരു നോ ബ്രെയിനർ മൂവിയാണ്. ഓൺലി നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം പടം എടുക്കാൻ. അതാണ് ആട് 3. നിങ്ങൾക്ക് ഇഷ്ടമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട് 1ഉം 2ൻ്റെയും ഫുൾ ഫൺ ആയിട്ടുള്ള കോമഡി പാക്കിംഗ് സാധനം പ്ലസ് ഒരു ടൈം ട്രാവൽ കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുത്തേക്കാണ്. പക്ഷേ ഇത് ചിലർക്കൊക്കെ വർക്കാവും, ചിലർക്ക് വർക്കൗട്ട് ആവില്ല. എനിക്ക് എന്തായാലും വർക്കൗട്ടായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നിങ്ങൾ കമൻറ്റിൽ പറ ബാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പടത്തിൽ കാണാം.